വാഹനപ്പെരുപ്പം, കാലാവസ്ഥാ മാറ്റങ്ങൾ എന്നീ സാഹചര്യങ്ങളിലും അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനങ്ങൾ കേരളത്തിൽ തുടരുകയാണെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. ചാത്തന്നൂർ, ആദിച്ചനല്ലൂർ ഗ്രാമപഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പള്ളിക്കമണ്ണടി പാലത്തിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. പാലം യാഥാർത്ഥ്യമാവുന്നതോടെ ആദിച്ചനല്ലൂർ, നെടുമ്പന, പൂയപ്പള്ളി പഞ്ചായത്തുകളിലെ ജനങ്ങൾക്ക് ചാത്തന്നൂരിലേക്ക് എത്താനും ദേശീയപാത ഉപയോഗിക്കാനും എളുപ്പമാകും. സംസ്ഥാനത്തെ 9 ജില്ലകളിലൂടെ കടന്നുപോകുന്ന തീരദേശ ഹൈവേ ടൂറിസം പദ്ധതികൾക്കും സഹായകമാണ്. ഹൈവേയുടെ ഓരോ 50 കിലോമീറ്റർ ഇടവിട്ട് ദീർഘദൂര യാത്രക്കാർക്ക് വിശ്രമിക്കാനും കാഴ്ചകൾ ആസ്വദിക്കാനും കേന്ദ്രങ്ങൾ ഒരുക്കും. മലയോര ഹൈവേ കാർഷിക ടൂറിസം മേഖലയ്ക്ക് ഉണർവ് നൽകുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ചാത്തന്നൂർ, ആദിച്ചനല്ലൂർ ഗ്രാമപഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പള്ളിക്കമണ്ണടി പാലത്തിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഇപ്പോൾ ഈ പഞ്ചായത്തിലാണ്. അപ്പൊ നമുക്ക് പ്രവൃത്തി പൂർത്തീകരിച്ചതിന് ഉദ്ഘാടനം വേണമെങ്കിൽ അപ്പുറത്ത് വെക്കാവുന്നതാണ് എന്നുള്ളത് ഞാനവിടെ ഇരുന്നുകൊണ്ട് പറയുന്നത്. ദീർഘകാലമായി ഒരു നാട് കാത്തിരുന്ന ഒരു പദ്ധതി സ്ഥലമേറ്റെടുക്കൽ നടപടിയടക്കം പൂർത്തിയാക്കി പ്രവൃത്തിയിലേക്ക് കടക്കുക. അതിന്റെ നാൾ വഴികളെ കുറിച്ച് അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്ത് നേതൃത്വപരമായ പങ്കുവഹിച്ച MLA ശ്രീ ജയലാൽ ഇവിടെ ചൂണ്ടിക്കാട്ടി എന്നുള്ളത് കൊണ്ട് ആദിച്ചനല്ലൂർ, നെടുമ്പന, പൂയപ്പള്ളി പഞ്ചായത്തുകളിൽ ഉള്ള മനുഷ്യർക്ക് ചാത്തന്നൂരും അതുപോലെ ദേശീയപാതയിലേക്കും എത്താൻ എളുപ്പമായി ഈ പദ്ധതി മാറും എന്നുള്ളത് കൂടി ഇതിന്റെ പ്രത്യേകതയാണ്. പല പദ്ധതികളും നടക്കില്ല എന്ന് കരുതിയത് ഇപ്പോ യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുകയാണ്. വലിയ മാറ്റം പൊതുവേ നമ്മുടെ നാടുകളിൽ. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീജ ഹരീഷ്, ഇത്തിക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് MK ശ്രീകുമാർ, ആദിച്ചനല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് രേഖാചന്ദ്രൻ, ഇത്തിക്കര ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിർമ്മല വർഗീസ്, ചാത്തന്നൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് O മഹേശ്വരി, ആദിച്ചനല്ലൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M അനിൽകുമാർ, സ്ഥിരം സമിതി അധ്യക്ഷർ, പഞ്ചായത്ത് അംഗങ്ങൾ, രാഷ്ട്രീയ കക്ഷി നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ.